അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കണമെന്ന് സ്നേഹപൂർവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന നല്ല ജീവിതം കാഴ്ചവെക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ പലർക്കും ഇത് ഒരു ഒഴിവ് കാലമാണല്ലോ. ഒഴിവുകാലം എന്ന് പറഞ്ഞാൽ കുടുംബസമേതം യാത്ര ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടമുള്ള സംഗതിയാണത്. ചില സമയങ്ങളിൽ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വല്ലവരെയും ദീർഘമായ യാത്രകൾക്ക് വേണ്ടി യാത്രയാക്കാറുണ്ട്. ആ യാത്രകൾ ഒരുപക്ഷെ കുടുംബത്തോട് ഒന്നിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന അത്ര സുഖകരമായി കൊള്ളണമെന്നില്ല. എന്നാലും നിവൃത്തിയില്ലായ്മ കൊണ്ട് യാത്ര ചെയ്യിക്കുകയാണ് നമ്മളെ. പക്ഷെ ആ യാത്രയുടെ ഒക്കെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാവും. 2 വർഷം അപ്പുറത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് സുഖകരമായി ജീവിക്കാമല്ലോ എന്നൊരു പ്രതീക്ഷ വെക്കുന്ന സന്ദർഭത്തിൽ വിഷമിച്ചാണെങ്കിലും സങ്കടപ്പെട്ടാണെങ്കിലും നമ്മളെ യാത്രയാക്കും. പക്ഷേ ഒരിക്കലും മടങ്ങി വരാത്ത ചില യാത്രകളുണ്ട്. നമുക്കിഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിലും നമ്മൾ അത്തരം ഒരു യാത്ര പോകണം. ഞാനത് പറഞ്ഞത് പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന ഒരു തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ഒരു ചിന്ത ആദ്യം മുന്നിൽ വെക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനും നിങ്ങളും ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ നമ്മിലെല്ലാ ആളുകൾക്കും, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ, മരണപേടിയുണ്ട്. മരിച്ചു പോകണം. മരിക്കാൻ പേടിയില്ലാത്തൊരാരും ലോകത്തില്ല. പക്ഷെ നമ്മുടെ പേടി പലപ്പോഴും എങ്ങനെ അറിയോ? ഞാൻ മരിച്ചാൽ എൻ്റെ മക്കൾ എന്താവും, ഞാൻ മരിച്ചാൽ എൻ്റെ പെണ്ണെന്താവും, എൻ്റെ കുടുംബം എന്താവും എന്നാണ് പലപ്പോഴും പേടി. മക്കളുടെ പേടി നേരെ തിരിച്ചാണ്. എൻ്റെ ഉപ്പ മരിച്ചാൽ അല്ലെങ്കിൽ ഈ വേണ്ടപ്പെട്ടവർ മരിച്ചാൽ ഞങ്ങളുടെ അവസ്ഥ എന്താവും? സഹോദരങ്ങളെ, ഞാൻ മരിച്ചാൽ എൻ്റെ അവസ്ഥ എന്താവും, ഞാൻ എന്താവും? ഇതിനെക്കുറിച്ച് നമ്മളുടെ ഏതെങ്കിലും ഒരു ദിവസത്തെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആലോചിച്ചിട്ട് വല്ല ഒരു തരിമ്പ് ഒരു ബേജാറെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ? മുന്നിലിരിക്കട്ടെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മൻ അഖിയസുന്നാസി വഹസമുന്നാസ്, ആരാണ് മനുഷ്യരിലെ ജനങ്ങളിലെ ഏറ്റവും ബുദ്ധിമാന്മാൻ?
ഏറെ വിവേകശാലി ആരാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ, ബുദ്ധിമാനും വിവേകശാലിയുമായ വ്യക്തി ആരാണ് നമുക്കിടയിൽ എന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വഅക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത് ഉലൈകൽ അഖിയാസ് ദഹബു ബിശറഫി ദുനിയ വകറാമത്തിൽ ആഖിറ. മരണത്തിനു വേണ്ടി തയ്യാറാകുന്ന വ്യക്തികൾ എന്നാണ്. ഈ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനും നിങ്ങളും ബുദ്ധിയുള്ളവരാണോ? ചിന്തിക്കണം കേട്ടോ. ഒരു ചോദ്യമാണ്, നമ്മൾ ബുദ്ധിയുള്ളവരാണോ? 2, കൂട്ടരെ, നാം ഉണ്ടാക്കിയതെല്ലാം ഇനിയും ഇവിടെ ഉണ്ടാവും. നമ്മൾ സമ്പാദ്യത്തിൽ നിന്ന് ഒരു 10-15% മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മേക്കാൾ എന്നതിനെ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നമ്മുടെ സമ്പത്തിന്റെ ഏറിയ പങ്കും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അനന്തരമായി കിട്ടിയോ വേറെ പല നിലക്കോ നമ്മുടെ കയ്യിൽ വന്നതായിരിക്കും. നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നമ്മൾ അല്പം മാത്രം ഉപയോഗിക്കുമ്പോൾ നാം ഉണ്ടാക്കിയതെല്ലാം ഇനിയും ഇവിടെ ഉണ്ടാവും, നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എവിടെയാണ്, നമുക്ക് എന്താണുള്ളത്? ഈ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ബുദ്ധിയുള്ളവരാണോ? ഒന്നുകൂടി ഞാൻ ചോദിക്കുന്നത്, നാളെ പാരത്രിക ലോകത്ത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. സ്വർഗം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ കിട്ടാനുള്ളത് സഹോദരങ്ങളെ നരകം മാത്രമാണ്. ഈ വിഷയം മുന്നിൽ വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരു ദിവസം രാത്രിയിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു തേങ്ങൽ, ഒരു കരച്ചിൽ കേൾക്കുന്നു. ചെന്ന് നോക്കിയപ്പോൾ ഭർത്താവ് നമസ്കാരത്തിലാണ്. ഉമർ റഹിമഹുല്ല നമസ്കാരത്തിലാണ്. അദ്ദേഹം ഓതി കരയുന്നത് ഫഅൻദർതുകും നാറൻ തലല്ലാ എന്ന വാക്കാണ്. ഫഅൻദർതുകും നാറൻ തലല്ലാ. ഞാൻ അതിന്റെ അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം ഭരണാധികാരിയായിരിക്കെ 4 ഭാഗത്തേക്ക് വലിച്ചു കെട്ടിയ ടെന്റാണ് ഇദ്ദേഹത്തിന്റെ വീട്. ജനിച്ചു വീഴുന്നത് തന്നെ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ പ്രിയതമ. ഞങ്ങൾ പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചമ സ്വത്തുള്ളവരായിരുന്നു. ഈ സ്വത്ത് മുഴുവൻ ബൈത്തുൽ മാലിലേക്ക് എഴുതി വെച്ച് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം അള്ളാഹുവിലേക്ക് നൽകിയിട്ട് ദീനി പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങിയതാണ്. 4 ഭാഗത്തേക്കും വലിച്ചു കെട്ടിയ ഈ ടെന്റിൽ താമസിക്കുമ്പോ ഒരു നല്ല വീട് വേണ്ടേ എന്ന് വളരെ സ്നേഹമുള്ള ആളുകൾ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. നല്ലൊരു വീട് വെക്കണ്ട, ഇതിൽ തന്നെ താമസിച്ചാ മതിയോ? ഞാൻ നല്ല ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നല്ലൊരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഒരു യഖീനിലാണ് പറയുന്നത്. നല്ല ഉറപ്പിൽ പറഞ്ഞപ്പോ കൂടുതൽ ആളുകൾ ചോദിച്ചു, അല്ല മക്കത്ത വീട് അതോ മദീനത്ത? വളരെ ആകാംക്ഷപൂർവ്വമാണ് ചോദിക്കുന്നത്. അതോ ഇവിടെ ബസറയില, കൂഫയില, എവിടെ ഞങ്ങൾ വീടുണ്ടാക്കുന്നത്? അല്ല, വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നേ പുള്ളി പറയണുള്ളൂ. ആ വീണ്ടും ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിർബന്ധപൂർവം വളരെ അടുത്ത ആളുകൾ ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ പരലോകത്തേക്കുള്ള വീട് നന്നാക്കാൻ വേണ്ടിയുള്ള പണിയിലാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ മാത്രമാണ് ആ ആളുകൾക്ക്, സഹോദരങ്ങളെ, അത് മനസ്സിലായത്. ഞാനത് പറഞ്ഞത് എന്തിനറിയാമോ? 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് മരിച്ചു പിരിയണം. ഈ ലോകത്ത് ശാശ്വതമായി നമ്മൾ ജീവിക്കേണ്ടവരല്ല. അപ്പോൾ യഥാർത്ഥ സുരക്ഷയ്ക്ക് നാളെ പാരത്രിക ലോകത്ത് ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം മാത്രം. ദുനിയാവ് അങ്ങനല്ല. ഇന്ന് സുഖാണെങ്കിൽ നാളെ കുറച്ച് ദുഃഖം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഇന്നൊരു കഷ്ടപ്പാടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ എന്നും ഈ കഷ്ടപ്പാട് ഉണ്ടാവില്ലല്ലോ. നാളെ കുറച്ചൊരു ഐശ്വര്യം ഉണ്ടായേക്കാം. ഇത് സഹോദരങ്ങളെ അവിടെ ഇല്ല. ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം മാത്രമെങ്കിൽ സ്വന്തം ശരീരം കൊടുത്താണെങ്കിലും നമുക്ക് സ്വർഗം വാങ്ങണം, നരകത്തിൽ നിന്ന് കാവല് നേടണം.
അപ്പോൾ അതിനുള്ള വഴി എന്താണ്? യഥാർത്ഥ സുരക്ഷയ്ക്ക് 2 മാർഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ദുഷിച്ച ചിന്തകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. 2, ദുഷിച്ച ആഹാരത്തിൽ നിന്നും രക്ഷപ്പെടണം. ഒന്ന് ദുഷിച്ച ചിന്തയിൽ നിന്ന്, ഒന്ന് ദുഷിച്ച ആഹാരത്തിൽ നിന്ന്. ദുഷിച്ച ചിന്ത നമ്മുടെ ആത്മാവിനെ മലിനപ്പെടുത്തും. ദുഷിച്ച ആഹാരം നമ്മുടെ ശരീരത്തെയും മലിനപ്പെടുത്തും. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തറിയാമോ? ആരെ കൊണ്ട് ചിന്തിച്ചാലാണ്, ആരെ ഓർമ്മിച്ചാലാണ് നമ്മുടെ ചിന്ത നന്നാവുക, നമ്മുടെ ആത്മാവ് നന്നാവുക? ആരെ ഓർത്താലാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ചിന്തയാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ നമ്മുടെ ചിന്ത നന്നാവണം. നോക്കൂ, നമ്മൾ സ്വഹാബത്ത് കൈവെക്കാത്ത ഏതെങ്കിലും വൃത്തികേടുകളുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് കൈവെക്കാത്ത വല്ല വൃത്തികേടുകളുമുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം ബാക്കി ഇല്ലല്ലോ. പക്ഷെ അവരെ എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസ്കരിച്ചു കൊണ്ടുവന്നത്? വിശുദ്ധ ഖുർആനിന്റെ അവതരണ ഘട്ടം നോക്കൂ. ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുപാട് പേരുണ്ടല്ലോ സഹോദരങ്ങളെ. ഇവർക്കൊക്കെ നമ്മോടുള്ള സ്നേഹവും ഇഷ്ടവും ശാശ്വതമാണോ? ഒരിക്കലും പറയാൻ കഴിയൂലല്ലോ, അല്ലേ? ഒരാൾ ജീവിക്കുന്നത് തന്നെ അയാളുടെ മക്കൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന ആളുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയാറുണ്ടല്ലോ. പക്ഷേ ഒരു ഭാര്യയും ഒരു ഭർത്താവും, അല്ലെങ്കിൽ ഒരു ഉമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാണോ? ഇന്ന് ഒരു ഒരു ദിനപത്രത്തിന്റെ ഫ്രണ്ടിലെ പേജ് നിങ്ങൾ കണ്ടോ? 6 മാസം പ്രായമുള്ള ഒരു പിഞ്ചോമന പൈതലിനെ റെയിൽവേ ട്രാക്കിൽ നിന്നാണ് എടുത്തു കൊണ്ടുവരുന്നത്. ഉമ്മയുടെ അഭിമാനത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി ഒരു കുഞ്ഞ് മാറുന്നു എങ്കിൽ ആ കുഞ്ഞിന്റെ വായിൽ മണ്ണ് വാരിയിടാൻ ഒരു ഉമ്മ തയ്യാറായേക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത ബന്ധമാ ഒരു ഉമ്മയും ഒരു കുട്ടി എന്നൊക്കെ പറയണത്. അങ്ങനെയൊന്നുമല്ല. പിന്നെ പാരുടെ സ്നേഹ തിരിച്ചുങ്ങൾ നോക്കിയോളൂ. ഉപ്പയും മക്കളൊക്കെ തമ്മിലുള്ള സ്നേഹം ഇന്ന് അതേ പത്രത്തിൽ തന്നെ വേറുണ്ട്. ഉപ്പയുടെ കൈകളാൽ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന മക്കൾ. 93% പെൺകുട്ടികളും കേരളത്തിൽ പീഡനങ്ങൾക്കിരയാവുന്നു എന്നാണ് 3 മാസം മുമ്പ് വന്നുള്ള റിപ്പോർട്ട്. എത്ര? 15 വയസ്സിൽ താഴെയുള്ള നമ്മുടെ നാട്ടിലെ 93% പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെടുന്നു. പേടിക്കണട്ടോ നമ്മള്. അതിൽ 60% സ്വന്തം കുടുംബത്തിൽ നിന്നാണ്, ബാക്കിയെ പുറത്തുനിന്നുള്ളൂ എന്നാണ്. അപ്പൊ പിന്നെ ആരുടെ സ്നേഹ? വാപ്പ പെൺകുഞ്ഞ് ജനിച്ചു എന്നതിന്റെ ഒരു വെപ്രാളം കൊണ്ട്, നൈരാശ്യം കൊണ്ട് കുഞ്ഞിന്റെ കാല് പിടിച്ച് തല നിലത്ത് തല്ലിക്കൊല്ലുക, അടിച്ചു കൊല്ലുക. അപ്പൊ ഒരിക്കലും വേർപെടുത്താൻ കഴിയാത്ത സ്നേഹമാ, ബന്ധമാണോ? എത്രയെത്രയോ ഭാര്യമാരെ സ്വാധീനിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ കൊല്ലുന്നില്ലേ? തിരിച്ചുമില്ലേ? പണ്ടത്തിന്റെയും പണത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാര് ഭാര്യമാരെ പീഡിപ്പിക്കുന്നുമില്ലേ? പിന്നെപ്പോ ലോകത്താരുടെ സ്നേഹ കൂട്ടരെ? പാന്റിന്റെ പോക്കറ്റിൽ കയ്യും തിരികെ ചെക്കെഴുതി കൊടുക്കുന്ന കാലത്തുണ്ടാവും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരൊക്കെ. ഞാനത് പറഞ്ഞത് എന്തിനറിയോ? ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിൽ തട്ടാനല്ല, ആരുമില്ലാതെ ഒരു ഏകാഗിയായി ജീവിക്കാനല്ല. ഇവരെക്കാളൊക്കെ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നാം ആത്മാർത്ഥമായി സ്നേഹിക്കപ്പെടുകയും ചെയ്യേണ്ടുന്നൊരു ശക്തിയുണ്ട്. ആരാണ് ആ ശക്തി? നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാം 10 മാസക്കാലം കിടന്നപ്പോ നമ്മുടെ ഉമ്മ നമ്മുടെ വായിലേക്ക് ഒരിറ്റു പാലൊറ്റിച്ചു തന്നിട്ടില്ല. അത്രയും കാലം ക്രമപ്രവൃത്തമായി നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച സൃഷ്ടികർത്താവായ റബ്ബ്, ആ റബ്ബിനെ ഓർമ്മിപ്പിക്കലാണ് വിശുദ്ധ ഖുർആൻ ആദ്യം ചെയ്തത്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. അവിടെ റബ്ബില്ലേ? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. അവിടെ റബ്ബുണ്ട്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അവിടെ റബ്ബില്ലേ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അവിടെ റബ്ബില്ലേ?
ഇതൊക്കെ ഓരോ ഘട്ടങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ആയത്ത്, ക്രമപ്രവൃത്തമായി ഇറക്കപ്പെട്ട ആയത്തുകളാണ്. ഈ റബ്ബിനെ വൃത്തികേടുകൾക്കിടയിൽ ജീവിക്കുന്ന കാട്ടറബികളുടെ മനസ്സിലേക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തപ്പോ എന്തൊരു മാറ്റമാണെന്നറിയാമോ? ഖുർആൻ നമ്മോട് ചോദിച്ചതാണ്, അള്ളാഹുവിനോട് മാത്രം നമ്മൾ അടുക്കണം, നമ്മൾ ബന്ധപ്പെടണം. പക്ഷേ നമ്മൾ മറ്റേ ഒരു നിലക്ക് മാത്രം ചിന്തിക്കാതെ മറ്റൊരു തലത്തിലും കൂടി ചിന്തിക്കണം എന്ന നിലക്കാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ. നമ്മൾ ആലോചിക്കണം, ഈ പടച്ചോനും ഞാനും തമ്മിൽ എന്ത് ബന്ധാ? മുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമസ്ഥൻ ഈ സ്രഷ്ടാവാണെങ്കിൽ താഴെ നിന്ന് ഉയരുന്ന എല്ലാ വിളികൾക്കും അർഹതപ്പെട്ടത് അവന് മാത്രമാണ്. അത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാ. പടച്ചോ എത്ര സിമ്പിളായി നമ്മളോട് ചോദിക്കുന്നത്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റകബക. അത്യുദാരനായ നിന്റെ റബ്ബിനെ തൊട്ട് നിന്നെ വഞ്ചിതനാക്കി കളഞ്ഞത് ഏതാണ് മനുഷ്യ എന്നാണ്. അള്ളാഹുവിന്റെ ഒന്നാമത്തെ വിശേഷണം ഖുർആൻ കൊടുത്തത് എന്താണെന്നറിയാമോ? അക്രം. അക്രം എന്ന് പറഞ്ഞാൽ അത്യുദാരൻ, ഉദാരമതി. ആർക്കാണ് കൂട്ടരെ നമ്മൾ ഉദാരൻ എന്ന് പറയാ? പിന്നാലെ നടന്ന് ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കുമ്പോ എന്തെങ്കിലും എടുത്തു കൊടുക്കുന്നവനല്ലല്ലോ. നമ്മൾ ഈ പറന്ന് വീഴുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ശരീരഘടന, നമ്മുടെ ശരീരത്തിൽ പൊടിയുന്നൊരു വിയർപ്പ്, എന്റെ ഇങ്ങടെയൊക്കെ ശരീരത്തിനൊരു ഗന്ധമുണ്ടല്ലോ, ഒരു മണമുണ്ടല്ലോ. എല്ലാരെ ശരീരത്തിനും ഉണ്ടാവും ഒരു മണം. ഈ മണം, എന്റെ ശരീരത്തിന്റെ ഗന്ധം 100% നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്റെ മുഖത്ത് മുളയ്ക്കുന്ന, എന്റെ തലയിലുള്ള, എന്റെ ശരീരത്തിലുള്ള ഒരു രോമം, ഒരു മുടി 100% നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്റേത്. അതുകൊണ്ടല്ലേ ഒരു പിഞ്ചോമന പൈതലിന് ലക്ഷോപലക്ഷം ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും അതിന്റെ അമ്മയെ തിരിച്ചറിയാൻ കഴിയുന്നത്. എന്റെ മുഖത്തിന്റെ ഷേപ്പിന് തുല്യമായി ലോകത്ത് എന്റേതിന് തുല്യം എന്റേത് മാത്രം. ആരാണ് ആ ഘടന ഉണ്ടാക്കി തന്നത്? എത്ര കൃത്യമാണത്. നമ്മുടെ രക്തം നോക്കൂ, അതങ്ങനെ, ഞാനത് നീട്ടിപ്പറയല്ല, അതങ്ങനെ കേട്ടാൽ പരിശോധിച്ചാൽ നമ്മൾ അറിയാതെ പറയും ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ല, അതിന് ഓരോന്നിനും പറ്റുന്ന ഓരോ ഘടനയാണത്. അല്ലാഹ് നമ്മളോട് പറഞ്ഞു, ഫർജിഅൽ ബസർ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മർജിഅൽ ബസറ കറതൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിയൻ വഹുവ ഹസീർ. നിന്റെ ദൃഷ്ടിയെ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് പായിച്ചു വിട്. ഇവിടെ വല്ലയിടത്തും വല്ല ന്യൂനതയും നിനക്ക് കാണുമോ? ഒന്നുകൂടി ഒന്ന് തുറിച്ചു നോക്കിട മോനെ. എങ്കിൽ തോറ്റ് തളർന്ന് പരവശനായി നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് തിരിച്ചു വരും. അല്ലേ? നമുക്കൊക്കെ അറിയില്ല കൂട്ടരെ, വലിയ വലിയ മരങ്ങള്, മരത്തിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് അതിലുണ്ടാകുന്ന കായോ വളരെ ചെറുപ്പാണ്. സെക്കോയ മരം കേട്ടില്ല നിങ്ങൾ? റെഡ് വുഡ്. അതിന്റെ മധ്യത്തിലൂടെ ഒരു റോഡ് ഉണ്ടെന്നാണ്, ഒരു NH ഉണ്ടെന്നാണ്. അപ്പൊ മരത്തിന്റെ വലുപ്പം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അത്ര വലിയ മരം ഉണ്ടാവുന്നതിന്റെ വിത്ത് എത്ര എന്നറിയാമോ? ഒരു ജീരകമണിയേക്കാൾ ചെറുതാണ്. നമ്മൾ ഈ വാഗമരമൊക്കെ തണലിന് വെച്ച് പിടിപ്പിക്കാറുണ്ടല്ലോ. ആ മരത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് അതിന്റെ കായും വലുപ്പുണ്ടെങ്കിൽ മയ്യത്ത് നിസ്കരിക്കാനല്ലേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ. ആ മരത്തിന് വലുപ്പം കൊടുത്ത പടച്ചവൻ അതിന് അത്ര ചെറിയ കായ കൊടുത്തത്. അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മുടെ ശരീരത്തിന്റെ ഘടന നോക്കൂ. മുന്നോട്ട് മാത്രം വളയുന്ന കയ്യ്, പിന്നോട്ട് മാത്രം വളയുന്ന കാല്, ഇത് നേരെ തിരിച്ചിങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കഥ? ഈ ഒരു കുഞ്ഞിനെടുക്കാൻ കഴിയോ? ഒരു ബക്കറ്റും വെള്ളം നമ്മുടെ കൈകൊണ്ട് എടുക്കാൻ കഴിയോ? ഈ കാല് തിരിച്ചിങ്ങോട്ട് വളയുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കയറാൻ ഒക്കുവോ? കഞ്ഞിക്കലം അടുപ്പത്തുനിന്ന് ഇങ്ങനെ എടുത്ത് വെക്കുക പുറത്തേക്ക്. ഈ കൈ ഇങ്ങോട്ട് തിരിയുന്നുണ്ടെങ്കിൽ ഇത് എന്തിനാ കൊള്ളുക? അല്ലേ? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് എന്താ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ബാക്കി ഇക്ര വിസ്മിയൊക്കെ ഒന്ന് ഒരാളുടെ കയ്യിൽ ഖുർആൻ എന്താണെന്ന് അറിയാത്ത ഒരാളുടെ കയ്യിൽ ഖുർആൻ ഇങ്ങ് കിട്ടി, ഖുർആൻ കയ്യിൽ ഇങ്ങ് തന്ന് തരികയാണ്.
അയാൾ 1-ാമത്തെ അധ്യായം പരിശോധിച്ചു നോക്കി. അഊദും ബിസ്മിയൊക്കെ ഇതിൽ ആയത്താണോ അല്ലേ എന്നുള്ള ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ആ ചർച്ച മാറ്റിവെച്ചാൽ വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഏതാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് നോക്കിയോളൂ. ഒട്ടകപ്പക്ഷിയും അല്ലെങ്കിൽ കങ്കാരു പോലെയുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റുന്ന ഒരു സ്ഥലപരിമിതി അല്ലെങ്കിൽ ഭൂപ്രകൃതി അപ്പുറത്താണ്. ചാടി ചാടി നടക്കുന്ന ജന്തുക്കള് നമ്മുടെ നാട്ടിൽ പടച്ചോൻ അവയെ സൃഷ്ടിച്ചില്ല. നമ്മുടെ നാട്ടിൽ അത് ചാടി അവിടെ ഇരിക്കുന്നറിയോ, ഒരു ചാട്ടം അങ്ങോട്ട് ചാടിയ അടുത്ത കുഴിയില വീഴുക, ചത്ത പോവുക. അത് ഇവിടെ കൊടുത്തില്ലല്ലോ. സ്നേഹമുള്ളവരെ ആലോചിച്ചോളൂ കേട്ടോ. എങ്കിൽ അള്ളാഹു നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം ചുരുങ്ങി തന്ന എന്നിലേക്കാണോ നിന്റെ വിളി മുഴുവൻ വരുന്നത്? ഞാൻ ആവശ്യപ്പെടുന്നത് മാത്രമേ ഉള്ളൂ, എന്നെ നീ ഓർത്തോ എന്നുള്ളതാ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, അഫ്ളലുൽ ഈമാൻ അൻ തഅലം അന്നല്ലാഹ മഅക് ഇത്തഖില്ലാ ഹൈസുമാ കുൻത. അഫ്ളലുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ഉയർന്ന ഭാവം ഏതാണെന്നറിയാമോ? ഏറ്റവും അഫ്ളലായ ഈമാൻ എന്നത് അൻ തഅലം അന്നല്ലാഹ മഅക്, ഈ സ്രഷ്ടാവ് നിന്റെ കൂടെയുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നീ നേടുക. ഈ ഇൽമ് നിനക്കുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടാവുക. എന്തിനാണത്? അള്ള നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അള്ള എന്തിനാ പറഞ്ഞെന്നറിയാമോ? അതെ, ഇത്തഖില്ല, എന്നിട്ട് നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുൻത, നീ എവിടെയാണെങ്കിലും. സഹോദരങ്ങളെ, പടച്ച റബ്ബന്റെ കൂടെയുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് കൈമോശം വന്നു പോയത് ഈ ഒരു ഓർമ്മയാണ്. നമുക്കെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട് സഹോദരങ്ങളെ. നമ്മളൊക്കെ അൽഹംദുലില്ലാ പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ സൗഭാഗ്യത്തിൽ തന്നെയാണെന്ന്. ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, ഗൾഫിൽ അറബികള്, നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള നിലക്ക് തുറന്നു പറയട്ടെ, ഗൾഫിൽ അറബികൾ, അവർക്ക് പണമുണ്ട്, പക്ഷെ അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഒരു വാക്ക് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമല്ല, അല്ലേ? പൈസ ഉണ്ട്, സ്വാതന്ത്ര്യമല്ല. ഇനി നിങ്ങൾ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലേക്ക് പരിശോധിച്ചു നോക്കൂ. ഇന്ത്യയിൽ തന്നെ പല ആളുകൾക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ 5 പൈസ ഇല്ല. ലോകത്തെ ഏറ്റവും സമ്പന്നമായ നാട്ടിലാണ് നമ്മൾ. വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ്, സാമ്പത്തികപരമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ്. അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള സമ്പത്തും നമ്മുടെ കയ്യിലുണ്ട്. ലോകത്ത് ഏറ്റവും അനുഗ്രഹീതരാണ് നമ്മൾ, വിശിഷ്യ ഈ കേരളത്തിലെ മലയാളികളായ മുസ്ലിമീങ്ങൾ. നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും വലിയ ഒരു ഹക്ക് ഏതാന്ന് ചോദിച്ചാൽ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ എന്താ അറിയാമോ, അള്ളാന്റെ കൂടെ ഉണ്ടെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ പോരല്ലോ, ആ അള്ളാഹുവിന്റെ കൂടെ ഞാനും ഉണ്ടാവണം. എങ്കിൽ അള്ളാഹുവിന്റെ സംരക്ഷണം എനിക്ക് കിട്ടും എന്നുള്ളതാ. ഈ 2 ഉറപ്പ് നമ്മൾ നേടിയാൽ, നിങ്ങൾ നോക്കൂ, അള്ളാന്റെ കാവൽ എല്ലായിടത്തും നമുക്കുണ്ടാവും. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവർക്ക് റബ്ബുൽ ഇസ്സത്ത് എല്ലാ നിലക്കുള്ള ഒരു തുറവിയും ജീവിതത്തിൽ നൽകും. പക്ഷെ എന്ത് വേണമെന്നറിയാമോ? എന്ത് വേണം? സംരക്ഷിക്കപ്പെടേണ്ടുന്ന, കാക്കപ്പെടേണ്ടുന്ന ഒരു മുതലാണ് ഞാൻ എന്ന് നമ്മെ സംബന്ധിച്ച് റബ്ബിന് തോന്നിയിട്ടുണ്ടാകുമോ? സൂറത്തുൽ ലഹബ് ഇറങ്ങി, തബ്ബത് യദാ അബീ ലഹബ്. ഈ സൂറത്ത് ഓതിക്കൊടുത്ത വേളയിൽ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന സ്ത്രീ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരിയാണ്, അല്ലേ? ആ സ്ത്രീ ഒരു കയ്യിൽ വലിയ കയ്യിൽ കല്ലും പിടിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബറും കഅബാലയത്തിങ്കൽ നിൽക്കാണ്. ഇത് കണ്ടപാടെ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു, ഇന്ന് ഈ കല്ല് ഞാൻ മുഹമ്മദിന്റെ വായിൽ തിരികെ വിടും. ഇനി അവന്റെ തുറന്ന വായ ഇനി അടയാനും പാടില്ല, തുറക്കാനും പാടില്ല, ഒന്നും മിണ്ടാനും പാടില്ല. ശ്വാസം മുട്ടി അവൻ മരിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമ്മു ജമീൽ എന്ന ആ ഭീകരയായ സ്ത്രീ ഒരു കല്ലും പിടിച്ചുകൊണ്ട് ഓടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തിയപ്പോ നബിനെ കാണാനില്ല അവർക്ക്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എന്തെന്നില്ലാത്ത ചീത്തയും വിളിച്ചുകൊണ്ട് ഈ സ്ത്രീ അങ്ങോട്ട് പോയപാട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബിനോട് ചോദിച്ചു, പ്രവാചകരെ, അപ്പോൾ നിങ്ങളെ കണ്ടില്ലേ എന്ന് ചോദിച്ചു.
ഇല്ല, എന്നെ കണ്ടില്ല. അവര് വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനാൽ എനിക്ക് മറയിട്ട് തന്നു എന്നുള്ളതാ. എന്നെ സംരക്ഷിച്ചു പടച്ചവൻ. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇന്നും ആ സംരക്ഷണം കിട്ടുമല്ലോ, യാതൊരു സംശയവും വേണ്ട. പക്ഷെ പടച്ചോന് തോന്നിയിട്ടുണ്ടാവുക നമ്മളെയൊക്കെ കുറിച്ച് അള്ളാഹുവിനാൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരാളാണ് ഞാനെന്ന്? ഞാൻ നിങ്ങളോടൊന്ന് തുറന്ന് ചോദിക്കുന്നതിനാ വെച്ചാൽ, സ്വകാര്യതയിൽ നമ്മൾ ആരാണോ അതാണ് നമ്മൾ. അതല്ലാത്തതൊക്കെ പുറമോടിയാണെന്ന്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ എന്റെ വാക്കുകൾ നന്നാക്കാനാണ് ഞാൻ ശ്രമിക്കുക, അല്ലേ? നന്നാക്കാനാണ് ശ്രമിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ നന്മകൾ മാത്രമാണ് പുറത്തു വരിക. പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ആത്മാർത്ഥമായി ആകാവുന്നത്ര നമ്മൾ ശ്രമിക്കും. നല്ല നമസ്കാരക്കാരനാവാൻ, നല്ല ഭക്തനാവാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കും. സ്വകാര്യതയിൽ നമ്മൾ ആരാണോ അതാണ് നമ്മള്, അല്ലേ? നിങ്ങൾ ആ നിലക്കൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കൂ. നമ്മളെവിടെയാണ്? മഹാനായ KP നമ്മുടെ പ്രദേശത്തുകാരനാണ്, അപ്പുറത്ത് നാട്ടിലാണല്ലോ. 25 കൊല്ലക്കാലം KP മുഹമ്മദ് മൗലവി റഹിമഹുല്ല നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. ആ KP ഒരു ദിവസം 93-ൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ പറഞ്ഞൊരു വാക്ക് എന്നും ഞാൻ ഓർക്കുന്നു. മക്കളെ, നിങ്ങൾ നമ്മുടെ പ്രവർത്തന ഫലമായി നാട്ടിൽ ഒരൽപ്പം തൗഹീദിന്റെ വെളിച്ചമുണ്ടായിട്ടുണ്ട്, അൽഹംദുലില്ലാ. പക്ഷേ ആ തൗഹീദിനനുസരിച്ച് നമുക്ക് തസ്കിയത്തുണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ തൗഹീദിന്റെ കൂടെ തസ്കിയത്ത് കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മേന്മ നമുക്ക് ഫലപ്പെടില്ല. അതൊന്നുകൂടി തുറന്നു പറയാട്ടോ. വലതുഭാഗത്ത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി, ഇവിടെ അല്ലേ ഹൃദയം, ഇവിടെ പിന്നെ മനസ്സ് എവിടെയാണെന്നുള്ളതാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ളത്. ഇതങ്ങനെ ഒന്ന് കൈവച്ചുകൊണ്ട്, വലത് കൈ ഇവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നമ്മൾ ചോദിക്കുക, തിന്മകളെ തടയാൻ എന്റെ മനസ്സ് സംശുദ്ധമായിട്ടുണ്ടോ? ഈ രീതിയിൽ നമ്മൾ ബുദ്ധിമാന്മാരാണ് സഹോദരങ്ങളെ. നിങ്ങളോടുള്ളൊരു ചോദ്യമല്ല കേട്ടോ, എന്നോട് കൂടിയുള്ള ചോദ്യമാണ്. അള്ളാഹുവിന്റെ കാവല് നമുക്കുണ്ടാവും, ഈമാനും തസ്കിയത്തും നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ കൈവിടിയില്ല എന്നുള്ളതാ. സ്വകാര്യതയിൽ നമ്മൾ ആരാണോ അതാണ് നമ്മൾ. അതല്ലാത്തതെല്ലാം പുറംമോടിയാണ്. അവിടെ സ്വകാര്യതയിൽ നമ്മൾ അങ്ങനെ ആയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു ആണിനെയും ഒരു പെണ്ണിനെയും റഹിമല്ലാഹു റജുലൻ, അല്ലാഹു ഒരു പുരുഷനെ, ഒരാളെ അനുഗ്രഹിക്കട്ടെ. ആരാണ് അവർ? അവരുടെ സ്വഭാവം എന്തറിയാമോ? ഖാമ മിനൽ ലൈലി ഫസല്ല, അവൻ പാതിരാവിന് എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ചു. അവൻ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോ അവൻ അവന്റെ പെണ്ണിനെയും വിളിച്ചുണർത്തുകയാണ്. അവന്റെ പെണ്ണ് വിളിച്ചുണർത്തുന്ന വേളയിൽ അവൾ തിരിഞ്ഞു കിടക്കുമ്പോ ഒരല്പം വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്ത് തെളിക്കുന്നു. അങ്ങനെ അവളുടെ ഉറക്കച്ചടവ് മാറ്റിയിട്ട് അവളെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും നമസ്കരിക്കുന്നു. അവർ രണ്ടുപേരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇങ്ങനത്തെ ഒരു പുരുഷനെ, ഒരാണിനെ അനുഗ്രഹിക്കട്ടെ എന്നിട്ടാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, അവളുടെ മേൽ കാരുണ്യം ചൊരിയട്ടെ. ആരാണവരെ? അവൾ പാതിരാവിന്റെ വേളകളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ സഖാവിനെയും അവൾ വിളിച്ചുണർത്തുന്നു, പ്രിയതമനെയും വിളിച്ചുണർത്തുന്നു. അവനെ വിളിക്കുമ്പോൾ അയാൾ വീണ്ടും തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഒളു എടുത്ത വെള്ളം കൊണ്ടുവന്ന് ഇയാളുടെ മുഖത്ത് തെളിച്ചു കൊടുക്കുകയാണ്. തെളിച്ചു കൊടുക്കുമ്പോ എന്നിട്ട് അവർ രണ്ടുപേരും എഴുന്നേൽക്കുന്നു, അവർ രണ്ടുപേരും നമസ്കരിക്കുന്നു, അവർ രണ്ടുപേരും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന പുറത്തേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല കേട്ടോ, അത് നമുക്ക് ലാസ്റ്റ് പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹുവോട് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനത്തെ ഒരു ഭർത്താവിനെയും ഭാര്യയെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വല്ലാഹി ഞാൻ സ്വകാര്യം ചോദിക്കട്ടെ, നമ്മളെ പടച്ചോൻ അനുഗ്രഹിക്കോ? നമ്മളെ പടച്ചോൻ അനുഗ്രഹിക്കോ കൂട്ടരെ? പുതിയാപ്പിളയുടെ മുഖത്ത്
ഉറങ്ങുന്ന സമയത്തൊരു വെള്ളമൊഴിക്കാൻ ധൈര്യം വരുന്നൊരു പെണ്ണുണ്ടോ നമ്മുടെ കുടുംബത്തിൽ? ഇവിടെയാണ് 92 പാലക്കാട് സമ്മേളനം നടന്നല്ലോ. ആ സമ്മേളനത്തോടു കൂടിയാണ് നമുക്ക് ആദ്യമായിട്ടൊരു വാഹനം കിട്ടിയത്. സംഘടനക്ക് ഒരു കാർ വാങ്ങിക്കുന്നത് അവിടെ നിന്നാണ്. അതുവരെ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനമല്ല. അന്ന് KPക്ക് യാത്ര ചെയ്യാൻ തന്നെ വേണ്ടിയിട്ട് ഈ കാറ് കൊടുക്കണം. ആ കാറിലെ ഡ്രൈവർ എൻ്റെ വളരെ അടുത്ത പാലക്കാട്ടുകാരനാണ്. അവൻ പറഞ്ഞിട്ട് അവർ ഈ റാവുത്തന്മാരാണ് അധികം. അങ്ങനെ ഒരു വിഭാഗത്തിന് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. നമസ്കരിക്കോ ചോദിച്ചാലും നിസ്കാരമൊക്കെ ഉണ്ടാവും, അത്ര ഒരു കൃത്യതയൊന്നുമില്ല. പക്ഷേ ഇവൻ പറയാ, അവൻ പല സന്ദർഭങ്ങളിൽ KPയുടെ വീട്ടിൽ കിടക്കാറുണ്ട്. രാത്രിയിൽ യാത്ര കഴിഞ്ഞ് വന്നിട്ട് അവൻ പറയാറുള്ളത്, രാത്രി ആ വീട്ടിൽ കിടന്നാൽ നേരം വെളുത്ത് സുബഹിന്റെ ഒക്കെ മുമ്പ് നമ്മൾ എഴുന്നേറ്റാൽ ഉണർന്നാൽ കാണാം KPയുടെ വീടിന്റെ വാതിൽ, ആ ജനൽ കുറച്ച് തുറന്നു കിടക്കുന്നുണ്ടാവും. ആ ജനൽപ്പാളിയിലൂടെ നോക്കിയാൽ ഖുർആനിന്റെ പാരായണം കേൾക്കാം, നിന്ന് നിസ്കരിക്കുന്നത് കാണാം. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും മൂല്യരായാൽ ഇങ്ങനത്തെ മൂല്യന്മാര് വേണം. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണമുണ്ടോ? നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടോ? നമുക്കിന്ന് എന്തിന്റെ കുറവാ? നമ്മളൊന്ന് ഒരുപാട് പ്രവർത്തിച്ചിട്ട് ആ പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പണം എത്ര ചെലവഴിക്കണത്, എത്ര അധ്വാനുണ്ട്. ആക്ഷേപിക്കാണ്, കുറ്റപ്പെടുത്താൻ തോന്നല്ലിട്ടാ. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഞാനും നമ്മുടെ ഭാര്യയും എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം തന്നെയാണ്. അവനോടെ തേടാവോ? നമ്മൾ തേടിയോ? നിങ്ങൾ കേൾക്കണം, അബൂ ഖുദാമത്തു ശാമി എന്ന് പറയുന്നൊരു മഹാനുണ്ട്. അദ്ദേഹം ഒരു ഖായിദാണ്, ഒരു സർവ സൈന്യാധിപനാണ്. അദ്ദേഹത്തോട് റിഖാ പട്ടണത്തിലെ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഭവം ഏതാണ് ഈ യുദ്ധ രംഗത്തുള്ളത്? റിഖാ പട്ടണത്തിലെ ഒരു പള്ളിയിൽ നിന്ന് ഞാനൊരു യുദ്ധത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ഇറങ്ങുന്ന വേളയിൽ ഒരു കുതിര അന്വേഷിക്കുക. അന്നേരം ഒരു സ്ത്രീ, ഒരു യുവതി എന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് പറഞ്ഞു, അവരുടെ കയ്യിൽ ഒരു കയറുണ്ട്. ആ കയർ എന്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ കാർ കൂന്തൽ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവളാണ്, എനിക്കൊരുപാട് മുടിയുണ്ട്, മുടി മുറിച്ചുകൊണ്ടുണ്ടാക്കിയ പിരിച്ചെടുത്ത കയറാണിത്. ഈ കയറ് കൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ കുതിരയുടെ മുഖം കെട്ടേണ്ടത്. ഞാൻ വിധവയാണ്, എന്റെ കുടുംബവും എന്റെ ഭർത്താവും കഴിഞ്ഞ യുദ്ധത്തിൽ ഇന്നിടത്ത് വെച്ചാണ് മരണപ്പെട്ടത്. എനിക്ക് 15 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്. അവന് കുതിര സവാരി അറിയാം, അവന് നല്ല വാൾപ്പയറ്ററിയാം, അവൻ നല്ല യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ്. നിങ്ങളുടെ സൈന്യത്തിൽ 15 വയസ്സുള്ള എന്റെ മോനെയും നിങ്ങൾ ഉൾപ്പെടുത്തണം. ഭർത്താവിൽ നിന്ന് അനന്തരമായി കിട്ടിയ സ്വത്തില് ആ തോട്ടത്തിലേക്ക് പോയതാണ് അവൻ. ഒറ്റവാക്കിൽ ചുരുക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ തിരിച്ചു പോകുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബാലൻ ഒരു കുതിരപ്പുറത്ത് ഓടി വരുന്നുണ്ട്, നല്ല സ്പീഡിലാണ് വരുന്നത്. അബൂ ഖുദാമയെ വിളിക്കുന്നു, മാന്യരെ എന്ന് വിളിച്ചാലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ച്, നിങ്ങളുടെ സൈന്യത്തിൽ ഞാനും ഉണ്ട് എന്ന് പറയാണ്. അപ്പൊ ചോദിച്ചു, നിന്റെ ഉപ്പ എവിടെ? ചെറിയ കുഞ്ഞാണല്ലോ, അപ്പൊ ഉപ്പ ഇല്ലാതെ എന്തിനാ വന്നതെന്നാ ചോദിച്ചത്. ഉപ്പുണ്ട്, ഉപ്പ മരണപ്പെട്ടു. എന്നാ നിന്റെ ഉമ്മ എവിടെ? നിങ്ങൾക്ക് എന്നെ ഓർമ്മല്ലേ? എന്ന് നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് എന്റെ ഉമ്മ എന്നെയാണ്. നേരത്തെ ആ സ്ത്രീ അവരെന്റെ ഉമ്മയാണ്, എന്നെയാണ് പരിചയപ്പെടുത്തി തന്നത്. ഇതും പറഞ്ഞ് ആ ഉമ്മയുടെ വാക്കുകൾ ഈ കുട്ടി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് ഇങ്ങനെ കാണാം. അബൂ ഖുദാമയോട് പറഞ്ഞ വാക്കായിട്ട്, എന്റെ ഉമ്മ ഞാൻ വരുന്ന നേരത്തെ എന്നോട് പറഞ്ഞത്, മോനെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ അതിശക്തമായി പോരാടുക. ആ പോരാട്ടം തുടങ്ങിയാൽ നീ പിന്തിരിഞ്ഞോടരുത് മോനെ. ഉപ്പ പോയ വഴിയിലൂടെ നീയും ആ സ്വർഗത്തിലേക്ക് പോവുക. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സ്വർഗത്തിന്റെ കവാടത്തിൽ നാളെ എന്നെ കാത്തു നിൽക്കുക. അള്ളാഹുവിനോട് നീയും ഉപ്പയും എനിക്ക് വേണ്ടി ശഫാഅത്ത് നടത്തണം. എന്റെ കൂടെ നമുക്ക് 3 പേർക്കും ഒന്നിച്ച സ്വർഗത്തിലേക്ക് കടക്കാം മോനെ
എന്ന് പറഞ്ഞാണ് എന്റെ ഉമ്മ എന്നെ യാത്രയാക്കിയത്. എന്നിട്ട് ഇതും പറഞ്ഞ എന്റെ ഉമ്മ മുകളിലേക്ക് കൈ ഉയർത്തി പറഞ്ഞു, ഇലാഹേ, ഇതാ എന്റെ കരളിന്റെ കഷ്ണം, എന്റെ കരളിന്റെ പൂവ്, ഞാൻ അവനെ നിന്നിലേക്ക് ഏൽപ്പിച്ചു തരുന്നു റബ്ബേ എന്നും പറഞ്ഞ് എന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചുകൊണ്ട് എന്നെ പറഞ്ഞയച്ചതാണ് എന്റെ ഉമ്മ. ഇനി വീട്ടിലേക്ക് ഞാൻ പോവില്ല, നിങ്ങളെ കൂടെ യുദ്ധം ചെയ്യാണ്. ഞാൻ ഈ വാക്ക് പറഞ്ഞത് എന്തിനെന്നറിയാമോ? നമ്മൾ മക്കളെ വളർത്തുന്നവരല്ലേ, നമ്മൾ പാരമ്പര്യമായിട്ട് മുജാഹിദുകളല്ലേ. എവിടെ നമ്മുടെ ഈമാൻ? നമ്മുടെ കയ്യിൽ ഒരു കടലാസും ഒരു പെൻ ഒരു പേപ്പറും ഞാൻ തരികയാണ്. പരലോകത്തെക്കുറിച്ച്, അള്ളാഹുവിനുള്ള വിശ്വാസത്തെ സംബന്ധിച്ച്, തൗഹീദിനെ സംബന്ധിച്ച് നിങ്ങൾ എഴുതി തരൂ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എഴുതൂല കൂട്ടരെ. 1.5 പേജെങ്കിലും നമുക്ക് ഇൽമിന് കുറവുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ആ ഇൽമ് യഖീനായി വളർന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിനുള്ള ബോധ്യം നമുക്ക് വരണ്ടേ? മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു ഒറ്റ നോട്ടേ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുള്ളൂ എന്നാണ്. ഒരൊറ്റ നോട്ടേ നോക്കുള്ളൂ, അത്ര വിരൂപനാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാണ്. വാപ്പ 4-5 മക്കളുണ്ട് കേട്ടോ, ഉപ്പ വയസ്സായി മുടന്തി ഇങ്ങനെ നടക്കാണ്, ഞാനാണ് മക്കളെ യുദ്ധത്തിന് പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ മുന്നോട്ട് ഇറങ്ങിയപ്പോ മക്കള് തടസ്സപ്പെടുത്തി. ഇപ്പൊ നിങ്ങൾ പോണ്ട, ഞങ്ങൾ പോണ്ടല്ലോ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ സമയത്ത് വാപ്പ പറഞ്ഞു, വേണ്ട മക്കളെ, ഞാൻ തന്നെ പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് വാപ്പയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മക്കള്. അപ്പൊ ഉപ്പ വന്ന നമുക്ക് ഭാരായാലോ എന്ന് ചോദിച്ചപ്പോ ജുലൈബി റളിയല്ലാഹു അൻഹു ഇവിടെ വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വരണോ, നിങ്ങൾ വരണോ എന്ന് ചോദിച്ച വേളയിൽ ഇദ്ദേഹത്തിന് മനസ്സിലായി എന്താ റസൂലുള്ളാഹി പറയണമെന്നുള്ളത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് മാലില്ല, എനിക്ക് മുതലില്ല നബിയെ, പിന്നെ എനിക്കുള്ളത് ഒരു ശരീരം മാത്രം. ആ ശരീരമോ മുടന്തു ബാധിച്ച ശരീരമാണ്. പക്ഷെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഇൻഫിറു ഹിഫാഫൻ വസിഖാല വജാഹിദു ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യമുള്ളപ്പോഴും നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക എന്ന് പറയുന്ന വേളയിൽ നിങ്ങളുടെ ജീവനാദികൾ കൊണ്ട് നിങ്ങൾ ധർമ്മസമരം നടത്തുക എന്ന് പറഞ്ഞ് ഈ ആയത്തോതിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ വിചാരണ നടത്തുന്ന വേളയിൽ നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് ഞാൻ പറഞ്ഞാണ് ഇവര് തിരിച്ചു പോയതെന്ന് പറയാൻ നിങ്ങൾ ഉണ്ടാകുമോ നബിയെ? എങ്കിൽ ഞാൻ പോകാമെന്നാണ്. സഹോദരങ്ങളെ, യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാരെയും ഇങ്ങനെ നോക്കാണ്. ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സഹാബികൾ പറഞ്ഞു, ആരുമില്ല നബിയെ, ഇല്ല ആളുകളൊക്കെ നമ്മൾ എടുത്തല്ലോ എന്ന് പറഞ്ഞു. ഇല്ല, ഒരാൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജുലൈബ് ഇവിടെ 7 മുശ്രിക്കുകൾക്ക് മധ്യത്തിൽ ഷഹീദായി കിടക്കാണ്. 7 ആളുകളെ വകവരുത്തിയിട്ടാണ് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത മുടന്തു ബാധിച്ച ആ വ്യക്തി ഷഹീദായി കിടക്കുന്നത്. സ്നേഹമുള്ളവരെ, എഴുന്നേറ്റ് നിൽക്കാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് അത്യാവശ്യം ചില്ലാനും കാശും നമ്മുടെ കയ്യിലില്ലേ? അത്യാവശ്യം ഒഴിവ് സമയല്ലേ? എവിടെയാണ് ജീവിതം കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്? റഹ്മല്ലാഹു റജുലൻ, അള്ളാഹു ഒരാൾ അനുഗ്രഹിക്കട്ടെ, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ? ഒരല്പം കൂടി കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. നമുക്കറിയാവുന്ന എത്ര കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാതെ പോകുന്നു. എന്താണ് പ്രശ്നം? നമുക്കതൊരു യഖീനായി വളരുന്നില്ല. അള്ളാഹുവിനോടുള്ള നമ്മുടെ അടുപ്പം എത്രമാത്രമുണ്ട്? ഇതൊന്നും നിങ്ങളോടുള്ള ചോദ്യമായിട്ട് നിങ്ങൾ കാണണ്ട കേട്ടോ, സ്വന്തമായി ചോദിക്കുക. മുജാഹിദുകളായ നമ്മൾ ഇന്ന് ചോദിക്കേണ്ട ചോദ്യം അതാണ്. ഇനി ഒരിക്കലും നിങ്ങളെ കാണാൻ സാധ്യത കുറവാണ്. എങ്കിൽ എന്റെ അവസാന വസിയത്ത് എന്ന നിലക്ക് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഞാനും എന്റെ നാഥനും എന്ത് ബന്ധമെന്നത് അള്ളാഹുവിന്റെ കോടതിയിൽ നിർത്തി ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ? പടച്ചോൻ പറഞ്ഞല്ലോ, വലാ തഖറബുൽ ഫവാഹിശ മാ ലഹറ മിൻഹ വമാ ബത്തൻ, നിങ്ങൾ പ്രത്യക്ഷവും പരോക്ഷവുമായ തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക. സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആശ്വസിക്കാറുണ്ട്. ഭൗതിക ജീവിതത്തിലെ പല ഹറാമുകളോടും നമ്മൾ ചാരിപ്പോയിട്ടില്ലേ? അരുതാത്തത് പലതും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലേ?
വ്യഭിചരിച്ചിട്ടില്ല, അൽഹംദുലില്ലാ, നമുക്ക് അങ്ങനെ സമാധാനിക്കാം. പക്ഷേ വ്യഭിചാരവുമായി അടുത്തു വരാവുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? സ്വകാര്യത പങ്കുവെച്ചതാണ് ഞാൻ. പലതും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? പലിശ ഞാൻ വാങ്ങിച്ചിട്ടില്ല, നേർക്കുനേരെ ഞാൻ പലിശ വാങ്ങിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ അക്കൗണ്ടുകളിൽ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് വന്നിട്ടില്ലേ? പലിശ വന്നിട്ടില്ല. ഒരു മാരക രോഗം നമ്മുടെ ശരീരത്തെ ബാധിച്ചു എന്നറിഞ്ഞാൽ എവിടെ കൊണ്ടുപോയിട്ടും നമ്മൾ ചികിത്സിക്കൂലെ കൂട്ടരെ? എന്തും പണയപ്പെടുത്തി ചികിത്സിക്കൂലേ? ഒരു രോഗം നമ്മുടെ ഏതെങ്കിലും ഒരു അവയവത്തിന് വന്നു എന്നറിഞ്ഞാൽ നമ്മുടെ ബേജാർ എത്രയാണ്? അതിന്റെ കേട് തീർക്കാൻ എവിടെയും നമ്മൾ പോവൂലേ? ഇതൊരവയവം മാത്രമല്ല കേട്ടോ, ഒരവയവം മാത്രമല്ല. ഈ ശരീരത്തെ മുഴുവൻ നാളെ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ഈ ചോദ്യം നമുക്ക് വളരെ പ്രധാനമല്ലേ കൂട്ടരെ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കാണ്. ബോധല്ല, അദ്ദേഹത്തിന് ബോധല്ല. ഓർമ്മയില്ലാതെ കുടൽമാലകൾ പുറത്തു ചാടിയിട്ട് കിടക്കുന്ന വേളയിൽ തന്റെ മോൻ അദ്ദേഹത്തിന്റെ തലയെടുത്ത് അവരുടെ മടിത്തട്ടിൽ വെച്ചു. മടിത്തട്ടിൽ വെച്ചപ്പോ ഓർമ്മ ഒരൽപ്പം വന്ന സമയത്ത് ഈ തലയെടുത്തിട്ട് പുറത്തേക്ക് വെക്കാണ്. വെച്ചിട്ട് പറഞ്ഞു, മോനെ, ഉപ്പ ഈ നിലത്ത് കിടന്ന് മരിക്കട്ടെ, ഈ മണ്ണിൽ കിടന്ന് മരണപ്പെട്ടവനാണെന്നെങ്കിലും പറഞ്ഞ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചാലോ. ബോധമില്ലാതെ കിടക്കുന്ന ഉമറിന്റെ അടുക്കൽ നിന്ന് അവരുടെ സഹോദരങ്ങൾ ചെയ്തിരുന്നൊരു പണി എന്താന്ന് വെച്ചാൽ, യാ ഉമർ വസ്സലാ, യാ ഉമർ വസ്സലാ, ഉമരേ നിസ്കാരം, ഉമരേ നമസ്കാരം എന്ന് പറഞ്ഞിരുന്നു എന്നാണ്. അപ്പൊ അതിനുള്ള ചോദ്യം എന്താ അറിയാമോ? ഈ ബോധമില്ലാതെ കിടക്കുന്ന ഈ ആളോട് ഉമരേ നമസ്കാരം നമസ്കാരം എന്ന് പറയുന്നതിൽ എന്തൊരർത്ഥമാണെന്ന് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞ മറുപടി, ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു തരിമ്പ് ഓർമ്മയുണ്ടെങ്കിൽ നമസ്കാരം എന്ന് കേട്ടാൽ മഹാനായി ഉമറിന് കിടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഉമറിന് കിടക്കാൻ കഴിയൂല. സ്നേഹമുള്ളവരെ, ഓർമ്മപ്പെടുത്തിയത് എന്തിനറിയാമോ? ബോധമില്ലാതെ കിടക്കുന്ന ഒരാളെ ഓർമ്മയുണ്ടോ എന്ന് പരിശോധിക്കാൻ അസ്വലാ അസ്വലാ എന്നാണ് പറഞ്ഞിരുന്നത്. അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്ന് ഈ പള്ളികൾക്കിടയിൽ നടുവിൽ ജീവിക്കുന്ന താമസിക്കുന്ന നമ്മളോട് എത്ര ഒരു 5 or 6 പള്ളികളിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം കേൾക്കുന്നുല്ലേ? നമുക്ക് ഹയ്യ അലൽ സ്വലാ കേട്ടിട്ടില്ലേ? ഹയ്യ അലൽ ഫലാ കേട്ടിട്ടില്ലേ? അതിൽ ഇന്ന് സുബഹിക്ക് വരെ വീഴ്ച വരുത്തിയവരാണ് നമ്മളെങ്കിൽ നമുക്കത് കേൾക്കാൻ അവകാശമുണ്ട് സഹോദരങ്ങളെ. ഈമാനും തസ്കിയത്തും ഉണ്ടെങ്കിലേ നിലനിർത്തുള്ളൂ പടച്ചവൻ നമ്മളെ. ഇല്ലെങ്കിൽ അള്ളാഹു നിലനിർത്തുകയില്ല. ഞാൻ അത് തുറന്നു പറയാണ്. നമ്മുടെ സമ്പത്ത് കൊണ്ടൊരു സമൂഹം നിലനിൽക്കുമോ? സമ്പത്ത് കൊണ്ട് നിലനിൽക്കും, അത് നമ്മുടെ യോഗ്യതയല്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തും അല്ലെങ്കിൽ ആൾബലമോ അല്ലെങ്കിൽ സംഘടനാ ബലമോ ഇതൊന്നുമല്ല നിലനിൽക്കാനുള്ള യോഗ്യത. ആദർശമാണ്, തസ്കിയത്താണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിന് വേണ്ടി സൈന്യത്തെ തയ്യാറാക്കുന്നു. അവസാനത്തെ വിസിൽ മുഴക്കുന്നു. ഇദ്ദേഹം ചീഫ് കമാൻഡർ, അദ്ദേഹമാണ്. അവസാനമായി നൽകിയൊരു വസിയത്ത് എന്തെന്നറിയാമോ സഹോദരങ്ങളെ? യുദ്ധത്തിന് കൊടുക്കുന്ന ഒരു അവസാന വസിയത്താണ്, നമ്മളൊരു മഹത്തായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പോകുന്നു. ഈ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ എതിരാളികളിൽ നിന്ന് വരുന്ന ഒരു അധാർമിക പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു പോവരുത്. ഇവിടെ നമ്മുടെ അപ്പുറത്തുള്ള ആളുകളിൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങൾ ഒന്നും, അരുതാത്ത പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോവരുത്. അങ്ങനെ വന്നാൽ പിന്നീട് വിജയം ശക്തിയുടെ പേരിലായിരിക്കും, സ്വാധീനത്തിന്റെ പേരിലായിരിക്കും, ആൾബലത്തിന്റെ പേരിലായിരിക്കും, മറ്റേതെങ്കിലുമൊക്കെ നിലക്കായിരിക്കും. ഭൗതികമാണ് അതിന്റെ പ്രധാനം. എങ്കിൽ ആദർശത്തിന്റെ പേരിൽ ഇസ്ലാമിന്റെ ഹിസ്ബുള്ള അഥവാ അള്ളാഹുവിന്റെ വിഭാഗം എന്ന നേരിൽ നമുക്ക് സഹായം ലഭിക്കൂല എന്നുള്ളതാണ്. നിലനിൽക്കാനുള്ള യോഗ്യത ആദർശമാണ്, തസ്കിയത്താണ്. ഉണ്ടാകുമോ നമുക്ക്? ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കുന്ന നേരത്ത് അദ്ദേഹം സ്വന്തം ശരീരത്തോട് പറയാണത്രേ, യാ ഉമറു മാദാ തഖൂലു ഇൻദല്ലാഹി ഗദൻ. ഉമറെ, നീ എന്താണ് നാളെ അള്ളാന്റെ കോടതിയിൽ നിന്ന് പടച്ചവനോട് പറയാ? കുൻതല്ലാലൻ ഫഹദാകല്ലാഹ്, നീ വഴിയറിയാത്തവനായിരുന്നു, അള്ളാഹു നിനക്ക് വഴി കാണിച്ചു തന്നില്ല ഉമറെ.
വകുൻത ദില്ലൻ ഫറഫഅക അല്ലാഹ്, നീ ഒരു പേരുമില്ലാത്തവനായിരുന്നു, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി പേരും പ്രശസ്തിയും തന്നില്ലേ. എങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മൾ എവിടെയാണ്. ഒരു വാക്കുകൂടി ഞാൻ പറഞ്ഞു നിർത്താൻ കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയല്ലോ, ദുഷിച്ച ചിന്തകളിൽ നിന്ന് രക്ഷപ്പെടണം, ദുഷിച്ച ആഹാരത്തിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മുടെ ചിന്ത അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മയാൽ സജീവമായി നിൽക്കണം. ഒന്നുകൂടി ആലോചിക്കാനാ പറയണത്. നമ്മളോ അല്ലെങ്കിൽ നമ്മളല്ലാത്ത നമ്മുടെ സഹോദരങ്ങളോ വല്ലവരും മരണപ്പെട്ടാല് അയാളെ കഫൻ, നല്ലൊരു യാത്രയാണല്ലോ നമ്മൾ കൊടുക്കേണ്ടത്. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് നമസ്കാരത്തിന് വേണ്ടി തയ്യാറാവുന്നതിന് മുമ്പ് ചോദിക്കാറുണ്ട്, ഒരു വാക്ക് ആവർത്തിച്ചു പറയും, സഹോദരങ്ങളെ, ഇന്ന ആളാണ് നമ്മിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളത്, ഇന്ന ആളുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഇന്ന ആൾ ഏറ്റെടുത്തിട്ടുണ്ട്. വല്ല വാക്കാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളാലോ ആരെയെങ്കിലും വല്ല നിലക്കും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ പറയാറുണ്ടല്ലോ. ഒരാൾ മരിച്ചാൽ പത്രകോളങ്ങളിൽ ഉണ്ടാവും, അനുശോചന യോഗങ്ങൾ ഉണ്ടാവും, അനുസ്മരണ കുറിപ്പുകൾ ഇറങ്ങും, എല്ലാം കഴിഞ്ഞു. ബാക്കി അയാളുടെ പള്ളിക്കാട്ടിൽ, അയാളെ ലോകത്ത്, നമ്മളെ ലോകത്താണെങ്കിൽ ഈ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ മുന്നിൽ വെച്ചത്, അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് വേറൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൈകൾ കൊണ്ട് മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവര് നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ എന്താവും കൂട്ടരെ നമ്മുടെ കഥ? എന്താവും നമ്മുടെ അവസ്ഥ? അറിയാതെ നമ്മുടെ സമ്പത്തിലേക്ക് വന്നതോ മറ്റേതെങ്കിലും നിലക്ക് വന്നതൊക്കെ പുറത്തു തന്നേക്കാം. ബോധപൂർവം നമ്മളൊരാളെ വഞ്ചിച്ചിട്ട് ആ വഞ്ചന പറഞ്ഞു പൊറുത്തിട്ടില്ലെങ്കിൽ, അത് കൊടുക്കാനുള്ള ബാധ്യതകൾ തീർത്തിട്ടില്ലെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ സുബഹിക്ക് മരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അസർക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചുമലിൽ ഇങ്ങനെ കൈ വെച്ച് തൂങ്ങിക്കൊണ്ട് തന്റെ എടുത്തു വെക്കാൻ കഴിയാത്ത കാലുകളിലൂടെ വേച്ച് മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുന്നു. എന്നിട്ട് ആ പള്ളിയിലെ ചുമരിൽ ഇങ്ങനെ ചാരിയിരുന്ന പാടെ ആളുകളെല്ലാവരും, സഹാബികളെല്ലാവരും മുമ്പിൽ വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബോധനം ചെയ്തുകൊണ്ട് പറഞ്ഞു, 10 സിഫത്തുകളാണ് മുത്തനബി എടുത്തു പറയുന്നത്. ഞാൻ അബ്ദുള്ളയുടെ മകൻ, ആമിനയുടെ മകൻ, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി, ഖദീജയുടെ ഭർത്താവ്, ആയിഷയുടെ ഭർത്താവ്, ഫാത്തിമയുടെ ഉപ്പ, ഇങ്ങനെ ഓരോന്നെടുത്ത് 10 സിഫത്തുകൾ എടുത്തു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ഈ മുഹമ്മദ് ഈ നാവിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ മുഹമ്മദ് ഈ നാവ് കൊണ്ട് ഇന്ന് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ അബൂബക്കറിനെ പേടിക്കരുത്, ഉമറിനെ പേടിക്കരുത്, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരിക, എന്നോട് പ്രതികാരം ചെയ്യുക. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കെതിരെ നിങ്ങളൊരു വാക്കുപോലും പറയരുത്. സഹാബികൾ ധരിച്ചുപോയി, എന്താണ് മുത്തനബി പറയുന്നത്? ഒരു പിടുത്തം കിട്ടുന്നില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ആവർത്തിച്ചു. തന്റെ തട്ടമെടുത്ത് ചുമല് കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, ഈ ശരീരം കൊണ്ട് മുഹമ്മദ് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ മറ്റൊരാളെയും പേടിക്കരുത്, വന്ന് പ്രതികാരം എന്നോട് ചെയ്യണം. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്കെതിരെ നിങ്ങൾ ഒന്നും പറയരുത്. സ്നേഹമുള്ളവരെ, മുത്തുനബിയാണ് ഈ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ഒരു വാക്കുകൊണ്ട് ആരെയും വേദനിപ്പിക്കാത്ത മുത്തുനബിയാണ് പറയുന്നത്. നമ്മൾ എവിടെയാണ്? ജീവിതം അപായപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്, ഓർമ്മപ്പെടുത്തിയതിന്റെ അർത്ഥം. നമ്മൾ എവിടെയെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? സ്നേഹമുള്ളവരെ, ആലോചിക്കുക. മുകളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെത് മാത്രമാണ്. തിരിച്ച് താഴെ നിന്ന് ഉയരുന്ന നമ്മുടെ വിളി, നമ്മുടെ അടുപ്പം, നമ്മുടെ സ്നേഹം, നമ്മുടെ ഏറ്റവും ഗാഢമായ ബന്ധം അള്ളാഹുവിനോട് മാത്രമായിരിക്കണം, പടച്ചവനോട് മാത്രമായിരിക്കണം. അതിനുള്ള യോഗ്യത കൂടി നമ്മൾ നേടണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ചുരുക്കി കൊണ്ടുവരട്ടെ സഹോദരങ്ങളെ.
നമ്മൾ എവിടെ എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുക. അവനവന്റെ അമലുകളുടെ ബലം മാത്രം നമ്മൾ നോക്കിക്കാണുന്ന ഒരു സമയമുണ്ട് എന്നുള്ളതാ. ആയിഷ റളിയല്ലാഹു അൻഹയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരിക്കൽ ഒരു ഭാഗത്തിരിക്കെ, ഒരു വീട്ടിലിരിക്കെ ആയിഷ റളിയല്ലാഹു അൻഹ ഒരൊറ്റ കരച്ചിൽ അങ്ങ് കരഞ്ഞു. നമുക്ക് ഈ സന്ദർഭം അറിയാം. ആയിഷ ബീവി അങ്ങോട്ട് കരഞ്ഞു. അപ്പൊ നബി ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? അല്ല നബിയെ, ദക്കർതു നാറ ഫബഖൈതു, എനിക്ക് നരകം ഓർമ്മ വന്നപ്പോ ഞാൻ അങ്ങോട്ട് കരഞ്ഞു പോയതാണ്. വീണ്ടും അവർ ചോദിച്ചു, മാ തുബ്കീകി യാ ആയിഷ ദക്കർതു നാറ ഫബഖൈത്, എന്താണ് കരയുന്നത്? വീണ്ടും ഈ വാക്കുകൾ ആവർത്തിച്ചപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരാള് തന്റെ കുടുംബാംഗങ്ങളെ നാളെ ഖിയാമത്ത് നാളിൽ ഓർക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓർമ്മ വരും 3 സന്ദർഭങ്ങളിൽ ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല. അതിന്റെ അറബ് മൂലം പറയല്ല, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞത് ഒരു സന്ദർഭം, 3 സന്ദർഭത്തിൽ ഒരാളും മറ്റൊരാളെ ഓർക്കുകയില്ല. ഒന്ന് ഏതാണെന്ന് അറിയാമോ? ഒന്ന് ഇൻദൽ മീസാൻ, നമ്മുടെ അമലുകൾ ഇങ്ങനെ തൂക്കിക്കണക്കാക്കുന്ന സമയത്താണ്. ഇതൊന്ന് തൂക്കിക്കണക്കാക്കാൻ സമയമല്ല. നമ്മൾ അസറസ്കരിച്ച് ഒരു അമൽ ചെയ്ത് ഇന്നതൊക്കെ ചെയ്തു, ഇതിന്റെ കനം എത്രയാണ് എന്ന് പരിശോധിക്കുന്ന സമയമാണ് സഹോദരങ്ങളെ. അപ്പോ ബേജാർ എത്രയായിരിക്കും എന്നതാണ്. പിന്നെ ഏതാണെന്ന് ചോദിച്ചാൽ, സുഹഫുകൾ, നമ്മുടെ പേജുകൾ വിതരണം ചെയ്യുമ്പോൾ ആ നരകത്തിന് മീതെ സിറാത്ത് എന്ന പാലമിടുന്ന സന്ദർഭങ്ങൾ, ഇതൊക്കെ ഒരുപാട് വിശദീകരിച്ചതാണ് കേട്ടോ ഹദീസുകളിൽ. ഈ 3 നേരത്തും നമ്മുടെ അമലുകളുടെ ബലമാണത്. അങ്ങനെ ഒരു ബലമുള്ള അമലുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നിങ്ങളോടുള്ള ചോദ്യമല്ല കേട്ടോ, വേണ്ടിയെന്നില്ല അല്ലേ? എങ്കിൽ വീണ്ടും നമ്മൾ ചോദിക്കുക. നമ്മൾ ഈ ലോകത്തുനിന്ന് പിരിയേണ്ടവരാണ്. പണ്ടത്തെ പോലെയല്ല. അസുഖം വന്നാണ് പണ്ട് മരിച്ചിരുന്നതെങ്കിൽ ഇന്ന് മരിക്കാൻ അങ്ങനെ ഒരു കാരണം വേണ്ട, ഒരു കാരണം വേണ്ട. ഒരു കൂട്ടം പണ്ഡിതന്മാരോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലത്ത് ചോദിക്കുകയാണ്, ഏറ്റവും വലിയ വഅദ് ഏതാണ്? ഏറ്റവും വലിയ ഉപദേശം ഏതാണ്? ഒരു കൂട്ടം പണ്ഡിതന്മാർ നൽകിയ മറുപടി, ജീവനറ്റ് കിടക്കുന്ന ശരീരത്തിലേക്ക്, അനക്കമില്ലാതെ കിടക്കുന്ന ശരീരത്തിലേക്ക്, ഒരു മയ്യത്തിലേക്ക് നീ ഇങ്ങനെ നോക്കി നിൽക്കലാകുന്നു ഏറ്റവും വലിയ വഅദ് എന്നാണ്. നമുക്കറിയാലോ, അത് നമ്മളൊക്കെ ഒരു മരിപ്പ് കണ്ട അങ്ങനെ കണ്ട് തിരിച്ചു പോകലാണ്. വളരെ അടുപ്പമുള്ള ബന്ധമുള്ള ആളുകൾ വന്നാൽ ആ മയ്യത്തിലേക്ക് തന്നെ അങ്ങനെ നോക്കി നോക്കി നിൽക്കും. എന്താണ് നോട്ടം? വാചാലമാണ്. ഈ നിമിഷം വരെ നമ്മുടെ കൂടെ ഓടി നടന്ന് കാര്യങ്ങൾ നോക്കിയിരുന്ന ആളുകള്, അവരുടെ ശരീരത്തിൽ നിന്ന് എന്താ പോയത്? ഇന്ന് ആ ശരീരം ഇവിടെ ഉണ്ട്, അനങ്കമില്ലല്ലോ, അതിന് ഒരു അനക്കമില്ല, ഒന്നുമില്ലല്ലോ. എന്തേ പറ്റിയതൊരു വല്ലാത്തൊരു ഉപദേശമാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു സക്കറാത്തിൽ മൗത്തിൽ കിടക്കുന്ന വേളയിൽ, വേദനയോടുകൂടി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ വന്ന് ചോദിക്കാണ്, ഉപ്പാക്ക് സമാധാനമുണ്ടോ? എങ്ങനെയുണ്ട് ഉപ്പ അങ്ങക്ക് എന്ന് ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ, ഈ ലോകത്തെ എല്ലാ മലകളും എന്റെ നെഞ്ചത്ത് കയറ്റി വെച്ചതുപോലെയാണ് മോനെ ഉപ്പക്ക് ഇപ്പോ തോന്നുന്നത് എന്നാണ്. ഈ ലോകത്തെ പർവ്വതങ്ങളെല്ലാം എടുത്ത് ഉപ്പയുടെ നെഞ്ചത്ത് കയറ്റി വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു മോനെ എന്നുള്ളതാണ്. ഇത് ഞാനുങ്ങളും അനുഭവിക്കേണ്ടതല്ലേ സഹോദരങ്ങളെ? എങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെ ചിന്തകൾ നന്നാക്കുക. നമ്മൾ ഈ രീതിയിൽ നമ്മൾ ബുദ്ധിമാന്മാരാണോ? പ്രാർത്ഥന നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടതറിയാം. ഞാനതിൽ ഓർമ്മപ്പെടുത്തിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഞാൻ വേറൊരു വഴിക്ക് പോണില്ല. എങ്ങനെ പോണില്ല എന്ന് വെച്ചാൽ, അള്ളാഹുവോടെ പ്രാർത്ഥിക്കാവൂ. നമുക്ക് അതിലൊരു സംശയം ഉണ്ടാകുമ്പോൾ ഖുർആന്റെ ആകത്തുകയാണത്. പക്ഷെ ആ അള്ളാഹിനോട് അടുപ്പം നിറഞ്ഞ് മനസ്സ് തട്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ ഞാനുങ്ങളും? നമ്മളില്ലാതെ എങ്ങനെയാണെന്ന് അത് നമ്മൾ നാട്ടുകാരോട് അത് പറയുക അല്ലേ? എങ്കിൽ ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ, ദുഷിച്ച ആഹാരത്തിൽ നിന്നുകൂടി നമ്മൾ രക്ഷപ്പെടണം. വളരെ വേഗത്തിൽ നമുക്ക് നിർത്താം. മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞല്ലോ. ഇത്ര ഐശ്വര്യം നിറഞ്ഞ മനോഹരമായ ഒരു ജീവിതം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നിറഞ്ഞ സമൃദ്ധിയിലാണ് നമ്മള്, നിറഞ്ഞ സുഭിക്ഷതയിലാണ് നമ്മള് അല്ലേ? എങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ജീവിതത്തിൽ വല്ലാതെ സുഖം കൂടിയപ്പോൾ നമ്മളിൽ നിന്ന് നമ്മുടെ കൽബിന്റെ പശ പോയിട്ടില്ലേ?
മനസ്സിലെ റഹ്മത്ത് നീങ്ങിപ്പോയിട്ടില്ലേ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമില്ലാത്തൊരു കാലത്ത്, തിന്നാൻ വയറ് നിറച്ച് തിന്നാനില്ലാതിരുന്നൊരു കാലത്ത് ഉണ്ടായിരുന്ന അത്രമാത്രം സ്നേഹവും അടുപ്പവും, സ്നേഹമുള്ളവരെ വയറ് നിറയെ തിന്നാൻ കിട്ടിയപ്പോ ഇന്ന് നമുക്കുണ്ട് നമ്മുടെ കൂടപ്പുറപ്പുകൾ തമ്മിൽ വരെ. എനിക്ക് തോന്നണം എന്താന്ന് വെച്ചാൽ, ഹക്കും ബാത്തിലും പരിഗണിക്കാത്ത, സമ്പത്ത് മാത്രം പരിഗണന നൽകിയുള്ള ഒരു കണക്ക് കൂട്ടൽ ഈ അവസ്ഥ വർദ്ധിച്ചപ്പോൾ സ്നേഹവും സഹാനുഭൂതിയും നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ പേടിക്കണം. ഹലാലും തൊയ്യബുമാവണം. എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹലാലും തൊയ്യബുമാണെങ്കിൽ, നമ്മുടെ ആഹാരം സംശുദ്ധമാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ പദവി ഉയരും. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്യും. അല്ലെങ്കിൽ യാതൊരു കാര്യമില്ല. ഇതിലേക്ക് ചേർത്തിയാണെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് സഹാബികൾ ആരും അങ്ങനെ കളിക്കാൻ പോകില്ല എന്നാണ്. കളിക്കാന്ന് വെച്ചാൽ തമാശക്ക് പോകില്ല. അദ്ദേഹം വളരെ ഒരു മഹത്വം നിറഞ്ഞ ആളാണ്. അദ്ദേഹം തേടിയാൽ ആ തേട്ടത്തിന് അപ്പം അള്ളാഹു കബൂൽ ചെയ്യുന്ന, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആയത്ത് മദീനത്തെ പള്ളിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. യാ യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ഈ ആയത്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഹലാലും ത്വയ്യിബുമായത് ജനങ്ങളെ നിങ്ങൾ തിന്നണം എന്നാണ്. അതിനിടക്ക് അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് എന്ന് പറയാ, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ യജ്അലനി മുസ്തജാബ ദഅവ. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരാളാക്കി എന്നെ മാറ്റാൻ അള്ളാഹുവോട് തേടിയാലും പ്രവാചകരെ, മുത്തുനബി അതിന് മറുപടി പറഞ്ഞത് എന്തറിയാമോ? സാദേ, തിന്നുന്നത് തൊയ്യിബാക്ക്, ഹലാലാക്ക്. നീ തേടിയാൽ ആ തേട്ടം അള്ളാഹു കബൂൽ അപ്പോൾ ചെയ്തിരിക്കുമെന്നുള്ളതാണ്. അപ്പോ ഒറ്റ വാക്കിട്ടോ, തിന്നുന്നത് നന്നാകണം എന്നുള്ളതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഫൽയഹ്ഫളിർ റഅസ വമാ ഗവാ ഫൽയഹ്ഫളിൽ ബതൻ വമാ ഹവാ. തലയും വയറും എപ്പോഴും ബന്ധമാണ്. വയറിൽ എന്താണ് നിറക്കപ്പെട്ടത് അതിന്റെ സ്വഭാവമാണ് തല പ്രകടിപ്പിക്കുക. അയാളോട് ഇപ്പൊ വർത്താനം പറയണ്ട, മൂപ്പര് എന്തോന്ന് കഴിച്ചിട്ടുണ്ട്, അതൊന്നുണ്ട് ഇറങ്ങട്ടെ. വയറ്റിൽ എന്താണോ അതിന്റെ സ്വഭാവേ തല പ്രകടിപ്പിക്കുള്ളൂ. അപ്പോ വേണ്ടാത്തൊരുപാട് ചിന്തകൾ ഇങ്ങനെ എപ്പോഴും തലയിൽ കൊണ്ടു കിടക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ആലോചിക്കുക, ഇങ്ങോട്ട് ചെന്നത് ശുദ്ധായില്ലേ, ശുദ്ധായില്ലേ, ഹക്കല്ലേ, ത്വയ്യിബല്ലേ, ഹലാലല്ലേ, നമ്മൾ പേടിക്കണം. ലോകത്തമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുത്ത നിർദ്ദേശം അതാണ്. യാ അയ്യുഹർ റസൂൽ കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. അമ്പിയാക്കന്മാരെ, മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, പ്രവാചകന്മാരെ, ത്വയ്യിബ് മാത്രം തിന്നണം, വഅമലു സാലിഹൻ, എന്നിട്ട് നന്മകൾ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓർമ്മയും വേണം. എന്താ പറയാ, നബിമാരെ വിളിച്ചാ പറഞ്ഞത് നല്ലത് തിന്നോളി, എന്നിട്ട് അമൽ സ്വാലിഹാത്ത് ചെയ്തോളി. വേണ്ടാത്തത് തിന്നിട്ട് വേണ്ടാത്തത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് എന്ത് അമൽ സ്വാലിഹാത്ത് ചെയ്താലും അതിന് ഫലം ഉണ്ടാവില്ല എന്നാണ്, അത് സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ്. സുഹൃത്തത്തിന് മുമ്പായി നല്ലത് തിന്നാൻ പറഞ്ഞത് അതിനാ. ഇസ്രായേല്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഫറവോനെ മുക്കിക്കൊല്ലുകയാണ്. കൊന്നിട്ട് നേരെ ആ മരുഭൂമിയിലേക്ക് കയറ്റുമ്പോ പറഞ്ഞു, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ നല്ലത് ത്വയ്യിബ് മാത്രം തിന്നണം. അവിടെ അതിര് കവിഞ്ഞു പോവരുത്. അതിര് കവിഞ്ഞാൽ എന്റെ കോപം നിങ്ങളുടെ മേൽ ഭവിക്കും. ആരുടെ മേലാണോ എന്റെ കോപം ഭവിക്കുന്നതെങ്കിൽ അവൻ നശിച്ചത് തന്നെ. ഉദരത്തിന്റെയും വായയുടെയും സുഖം നോക്കിക്കൊണ്ട് അന്യായം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഫറവോന് വന്ന ഗതിയായിരിക്കും നിങ്ങൾക്ക് വരിക. എന്താണ് ഫറവോന് വന്നത്? രാജസിംഹാസനത്തിൽ നിന്ന് പിടിച്ച് തിരമാലകളിലേക്കിട്ട് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചല്ലേ ഞാൻ അവനെ കൊന്നത്. ഈ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവും. ഹക്കല്ലാത്തത് തിന്നാലെന്നാണ് ഗുണശൂന്യരാക്കി മാറ്റും, ഫലശൂന്യരാക്കി മാറ്റും എന്നുള്ളതാണ്. ആലോചിക്കുക സഹോദരങ്ങളെ, ഇബാദത്ത് പറഞ്ഞിടത്തൊക്കെ ഇത് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് മാത്രം തന്നെയാണ്. നോക്കൂ, നമ്മൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അറിയാത്തതല്ലട്ടോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്. സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. രാജ്യത്തിന്റെ അധികാരപരിധിയിലുള്ള ഈ ആപ്പിൾ തോട്ടങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് പള്ളിയുടെ ഒരു മൂലയിലിട്ട് കൂട്ടുകയാണ്. ആളുകൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കെ തന്റെ പിഞ്ചോമന പൈതൽ അതിൽ നിന്ന് നല്ല നിറമുള്ള ഒരു ആപ്പിൾ എടുത്ത് കടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഉപ്പ അത് കാണുന്നത്. ഉപ്പ കണ്ടപാടെ തന്റെ ചെറിയ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പിടിച്ചു വാങ്ങിയിട്ട് ഇപ്പുറത്തേക്കിട്ട്
കുട്ടി ആർത്തലച്ച് കരഞ്ഞു. ആ കരഞ്ഞപ്പോ കുഞ്ഞിന്റെ അമ്മ ഫാത്തിമ ബീവി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവർ കോടീശ്വര പ്രഭു ആയിരുന്നല്ലോ, ഏറ്റവും നല്ല സമ്പന്നായിരുന്നു. ആ കരയുന്ന കുഞ്ഞിനെയും വാങ്ങിച്ച് ഫാത്തിമ ബീവി അപ്പുറത്തേക്ക് പോകുന്നു. രാത്രി ഭക്ഷണം വെച്ചു കൊടുത്തപ്പോ ഒരു ചെറിയ ആപ്പിളിന്റെ കഷ്ണവും സഹോദരങ്ങളെ ഇവരുടെ ഭക്ഷണത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഉമർ റഹിമഹുല്ല ചോദിച്ചു, മോളെ ഫാത്തിമ, എവിടെന്നാണ് ഈ കഷ്ണം നിനക്ക് കിട്ടിയത്? എവിടെന്നാണ് ആപ്പിള്? അത് നിങ്ങൾ കഴിച്ചോളേ, ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് പറയാതെ ഞാൻ കഴിക്കൂല എന്നാണ്. അദ്ദേഹത്തിന്റെ മുഖം മാറിയപ്പോൾ പ്രിയതമ പറഞ്ഞു, ഇന്ന് നമ്മുടെ കുട്ടിയെ അവന്റെ കയ്യിൽ നിന്ന് ആപ്പിൾ പിടിച്ചു വാങ്ങുമ്പോ എനിക്കാകെ വിഷമം തോന്നി. വൈകുന്നേരം ബൈത്തുൽ മാലിൽ നിന്ന് നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ചപ്പാത്തിക്ക് വേണ്ടി എടുത്ത മാവിൽ നിന്ന് ഒരൽപ്പം എടുത്ത് ഞാൻ മാറ്റി അത് വിറ്റ് അതുകൊണ്ട് കിട്ടിയ പൈസക്ക് നമുക്കൊരാപ്പിള് വാങ്ങിച്ച് നമ്മുടെ മോനൊരു കഷ്ണം കൊടുത്തതാണ്. അതിന്റെ ഒരു കഷ്ണമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നത്. ഈ വാക്ക് കേൾക്കേ 36-കാരനായ ഈ യുവാവ് നമ്മളോളം പ്രായമല്ലെന്ന് 36-കാരനായ ഉമർ റഹിമഹുല്ല പാതിരാവിന്റെ വേളയിൽ തന്റെ പ്രിയതമയുടെ അടുക്കലിരുന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുകയാണ്. നമ്മളെ നമ്മുടെ മോന്റെ കയ്യിൽ നിന്ന് ആ പണം വാങ്ങിക്കുമ്പോ എന്റെ കരള് പിടിച്ചു പറിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പക്ഷെ ഹക്കല്ലാത്തൊരു മുതൽ തിന്ന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഉമറും അവന്റെ കുടുംബവും പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന രംഗുണ്ടാവാൻ പാടില്ലല്ലോ മോളെ. ഇത് പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിക്കുന്ന ഒരു ഭാര്യനെയും ഒരു ഭർത്താവിനെയും നമ്മൾ സങ്കല്പിച്ചു നോക്കൂ. എവിടെയാണ് നമ്മൾ ഉള്ളത്? ഉമർ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോ ആ മരണസമയത്ത് കരയുകയാണ്. എന്റെ മുൻഗാമികൾ അവരെ ലോകത്തോട് വിട പറയുമ്പോൾ ബൈത്തുൽ മാലിൽ നിന്ന് എടുത്ത മുതലുകൾ മുഴുവനും തിരിച്ചു വെച്ചുകൊണ്ടാണ് അവര് മരിച്ചതെങ്കിൽ എന്റെ കയ്യിൽ ഒരു അല്പം പണത്തൂക്കം പോലും ഇല്ലല്ലോ റബ്ബേ, തിരിച്ചു വെക്കാൻ 10 ചില്ലാനം കൊല്ലക്കാലം ഈ ബൈത്തുൽ മാലിലെ സ്വത്തെടുത്തുകൊണ്ടാണല്ലോ ഞാൻ ഈ ലോകത്തോട് വിട പറയുന്നതെന്ന് പറയുമ്പോ അവരുടെ ഈമാൻ എവിടെയിരുന്നു? മുജാഹിദുകളായ നമ്മൾ ഈ സമയത്ത് വീണ്ടും ആലോചിക്കുക സഹോദരങ്ങളെ. ഞാൻ മറ്റൊന്നും പറയുന്നില്ല, വാക്കുകൾ ചുരുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കേണ്ടുന്ന ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുക, ഷഹീദായ കാര്യം അറിയല്ലോ. ഷഹീദാകുന്ന വേളയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് വേണ്ടി 3 അമീറുമാരെ നിശ്ചയിച്ചു. ആ 3 അമീറുമാരും ഷഹീദാവാണ്. ഞാൻ ആ മറ്റു തലങ്ങളിലേക്കല്ല പോകുന്നത്. സൈന്യം മടങ്ങി വന്ന് ഷഹീദായവരുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് തഅസിയത്ത് അറിയിക്കാൻ വേണ്ടി മുത്തുനബി കടന്നു ചെല്ലുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ വളർന്നവരാണ് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രായപൂർത്തിയെത്താത്ത 6ഓളം മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. മുസ്ലിമീങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരല്പം അകന്നുകൊണ്ടാണ്, അവരുടെ ഇടയിൽ നിന്ന് അല്പം അകന്നൊരു വീട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഭർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അസ്മാ ബീവി എന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ കുളിച്ചൊരുങ്ങി. ഭർത്താവ് വന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവുകൾ വരെ കുഴച്ചു വെച്ച് മക്കളെ കുളിപ്പിച്ചൊരുക്കി, ഉപ്പ വന്നഞ്ഞ അതിനൊന്നും പോണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അണിയിച്ചൊരുക്കി നിൽക്കുകയാണ്. ആ വീട്ടിലേക്കാണ് റസൂലുള്ള കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ മുഖത്തൊരൽപ്പം സങ്കടമുണ്ട്. എവിടെ മോളെ, ഒരു കുടുംബക്കാരാണല്ലോ അസ്മാ, എവിടുത്തു മക്കളെന്ന് ചോദിച്ചപ്പോ നല്ല ഉടുപ്പിട്ട ഈ പിഞ്ചോമന പൈതങ്ങള് തൊട്ടപ്പുറത്ത് വീട്ടിലാണുള്ളത്. അവരെ എടുത്തുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുരുതുരെ ഉമ്മ വെച്ചു കൊടുത്തു. നബിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ വീഴുന്നുണ്ട്. അസ്മാ ബീവി പറയാ, ഞാൻ ചോദിക്കട്ടെ ജാഫർ എവിടെ എന്ന് എനിക്ക് ചോദിക്കട്ടെ എന്ന് തോന്നി. ജാഫറിനെ കാണാനില്ലല്ലോ. പക്ഷെ ഞാൻ ചോദിച്ചാൽ എനിക്കിഷ്ടമില്ലാത്ത പലതും കേട്ടാലോ, ഞാൻ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞാൻ കേൾക്കുന്നതെങ്കിലോ എനിക്കത് സഹിക്കാൻ കഴിയൂല. പക്ഷെ ഒരല്പം കഴിഞ്ഞപ്പോ ഞാൻ ചോദിക്കണം തോന്നി, നബിയെ ജാഫർ വന്നില്ലേ? ആ ചോദ്യത്തിന് മറുപടിയായി വാചാലമായ ഒരു നോട്ടം മാത്രം എനിക്ക് തന്നപ്പോൾ
ഞാൻ തൊള്ളിട്ട് കരഞ്ഞുപോയി. എന്റെ ജാഫർ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, കരയല്ലേ മോളെ, കരയല്ലേ. രക്തം പുരണ്ട ചിറകുകളുമായി പാറിപ്പറക്കുന്ന ഒരു പറവയായി സ്വർഗത്തിലൂടെ പറക്കുന്ന ഒരു ജാഫറിനെ കണ്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ എന്താശ്വസിപ്പിച്ചത് കാര്യം, എനിക്കെന്റെ ജാഫർ നഷ്ടപ്പെട്ടല്ലോ എന്നാലോചിച്ച് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കെ എനിക്ക് തോന്നി, എനിക്കല്ലേ നഷ്ടപ്പെട്ടുള്ളൂ, എനിക്ക് നഷ്ടപ്പെട്ടാലും അവർക്ക് സുഖമായല്ലോ, ജാഫറിന് സുഖല്ലേ, ജാഫർ സ്വർഗത്തിലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ കരച്ചിലുകൾക്കിടയിൽ എനിക്കിങ്ങനെ ഒരു സന്തോഷം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത് എന്തിനെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്, ഒരാൾ മരിച്ചാലേ നമ്മൾ വന്ന് പറയാ ക്ഷമിക്കണം ക്ഷമിക്കണം, ഇതല്ലാതെ നമുക്ക് വേറെന്താ പറയാൻ കഴിയാ? ഏതൊരു കുടുംബത്തിനും ഒരാൾ പിരിഞ്ഞാൽ അത് തീരാ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം നികത്താൻ ദുനിയാവിൽ ഇനി വേറൊന്നില്ല സഹോദരങ്ങളെ. നമുക്കോ നഷ്ടം പോകുന്നവർക്കും നഷ്ടമാണെങ്കിലോ, നമുക്കോ നഷ്ടം പോകുന്നവർക്കും നഷ്ടമാണെങ്കിലോ, ഈ നഷ്ടമില്ലാതാക്കാൻ നമ്മുടെ കൈകളിൽ എന്ത് മുതലുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. നമുക്കിന്ന് തിരിച്ചൊരു നടത്തം ആവശ്യമാണ്, തിരിച്ചു നടത്തം ആവശ്യമാണ്. എവിടേക്ക്? നമ്മൾ തൗഹീദിന്റെ മേഖലകളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എത്തപ്പെട്ടു. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കത് ബോധ്യപ്പെട്ടു. അതിനനുസരിച്ച് ജീവിതം സംശുദ്ധമായോ എന്നുകൂടി ചിന്തിക്കുക. ഇതാണ് എന്റെ മനസ്സിൽ തോന്നിയ ചില വാക്കുകൾ. അഊദു ബില്ലാഹ്, അൽ ഔദതു ഇലല്ലാഹ്. ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഔദ് ഉണ്ട്. ഈ ഔദ് എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം എന്തെന്നറിയാമോ? നമുക്കറിയാവുന്നതുപോലെ ഖേദിച്ചു മടങ്ങാന്നൊക്കെയാണല്ലോ. എങ്കിൽ എല്ലിന് മുകളിൽ കാണുന്ന ഒരു ഇറച്ചിക്കാണ്, എല്ലിന് മുകളിൽ നേരെ കാണുന്ന ഒരു മജ്ജക്കാണ് അൽ ഔദ് എന്ന് പറയുക. എല്ലിന് സംരക്ഷണം നൽകുന്നത് ആ മജ്ജയാണ് എന്നതുപോലെ അള്ളാഹുവുമായി നമ്മൾ ചേർന്ന് നിൽക്കുക, റസൂലുള്ളാഹിയുമായി നമ്മൾ ചേർന്ന് നിൽക്കുക, ഖുർആനുമായി നമ്മൾ ചേർന്ന് നിൽക്കുക. നമ്മുടെ ജീവിത സ്റ്റൈല് മുത്തുനബിയുടെ സുന്നത്താവട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടി വിശുദ്ധ ഖുർആനാവട്ടെ. നമുക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടവര് സഹോദരങ്ങളെ അള്ളാഹുവായി തീരട്ടെ. ബാക്കിയാവട്ടെ ബാക്കിയെല്ലാം. അങ്ങനെ അള്ളാഹുവിലേക്കൊരു ശക്തമായ അടുപ്പവും ഒരു ഭയങ്കര ബന്ധവുമുള്ള ആളുകളായി തീരാൻ നമുക്ക് ആത്മാർത്ഥമായി ശ്രമിക്കണം. എന്നിട്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പ്രകടിപ്പിക്കുക. നമ്മൾ ആളുകളെ ക്ഷണിക്കുക. ആളുകൾ ഇന്ന് പല മേഖലകളിലൂടെയാണ് പോകുന്നത്. അവരുടെ ആദർശങ്ങൾ ഭൗതികപരമായിട്ടാണ് കാണുന്നത്. അവിടെയാണ് ഈ മുടിയും വെള്ളവും ഒക്കെ കാണുന്നത്. ജനങ്ങൾ പ്രിയമായിട്ട് അതിനെ കാണുമ്പോൾ ആയിക്കോട്ടെ, അവരെ ഒരു സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അതാണ് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. ദഅവത്ത് എന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? ഈമാനിന്റെ അവസാന ഭാഗമാണ് ദഅവത്ത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഇൽം വൽ ഇഖ്റാർ വൽ അമൽ ബിഹി വദ്ദഅവതു ഇലൈഹി. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണത്. നമ്മൾ അറിയണം, നമ്മൾ അറിഞ്ഞ ഇൽമിനെ നമ്മൾ അംഗീകരിക്കണം, അതിനനുസരിച്ച് പ്രവർത്തിക്കണം, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഒരു വാക്കുകൂടിയുണ്ട് ദഅവത്ത് എന്ന് പറഞ്ഞാൽ. എന്താണത്? പള്ളി മയക്കത്തിൽ കിടക്കുന്ന ഒരു രാജാവിനെ, ഒരു മയക്കത്തിൽ ഉറങ്ങുന്ന ഒരു രാജാവിനെ തോഴിമാരിങ്ങനെ സ്നേഹത്തോടുകൂടി തട്ടി വിളിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ വിളിക്കുന്നതിനാണ് അറബിയിൽ ദഅവത്ത് എന്ന് പറയുക. ആ സ്നേഹത്തോടെയുള്ള വിളിയാവട്ടെ നമ്മുടേത്. നമ്മൾ ആദ്യം ഈ ആദർശം ഉൾക്കൊള്ളുക, അള്ളാഹുമായുള്ള നമ്മുടെ അടുപ്പം ശക്തമാക്കുക. എങ്കിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. പടച്ചോന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് പേടി? പക്ഷേ ആ അനുഗ്രഹത്തിന് യോഗ്യതയുള്ളവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് യോഗ്യതയുള്ളവരാണ് നമ്മള്. അതുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. ഈമാനും തസ്കിയത്തും ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷിക്കും. ആ രക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക, നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുക. മനസ്സിൽ തോന്നിയ വിഷയവുമായി ബന്ധമൊന്നുമില്ലാത്ത വേറെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനിങ്ങനെ നമ്മൾ മാത്രം ചിന്തിക്കേണ്ടുന്ന ചില കാര്യങ്ങളെന്ന നിലക്ക് ചില സ്വകാര്യതകൾ പങ്കുവച്ചു എന്ന് മാത്രം ആലോചിക്കുക. നമ്മൾ ഒരു കാര്യം കൂടി, ഒരു ജ്വല്ലറിയിൽ പണിയെടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാളുടെ ബോസ് എപ്പോഴും വിദേശങ്ങളിൽ യാത്രകളിലാണ്. ഒരു ദിവസം ചൈനയിലായിരിക്കെ
അദ്ദേഹത്തിൻ്റെ ബോസ് അയാളെ പിന്നെ ഫോണിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊരു വാക്ക് പറഞ്ഞു, ഇന്ന് ഷേവ് ചെയ്തിട്ടില്ല അല്ലേ, ഇന്ന് ഷേവ് ചെയ്തിട്ടില്ല അല്ലേ, ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. അദ്ദേഹം ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അപ്പോൾ ചൈനയിലൂടെ ടൂറ് നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ബോസ് അനുനിമിഷം ഈ ഷോപ്പിംഗ് മാളിലെ അതിൻ്റെ ഏതോ മൂലയിൽ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കെ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അയാൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനന്ന് ഷേവ് ചെയ്യണതും. അയാൾ എനിക്ക് തരുന്നത് മാത്രമെന്നറിയാമോ, എനിക്കൊരു 6000 രൂപയാണ് അയാൾ ശമ്പളം തരുന്നത്. ആ ശമ്പളത്തിന് വേണ്ടി ഞാൻ എന്നെ അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു ഓർമ്മയിൽ എത്ര സൂക്ഷ്മതയോടെ ഞാൻ നിൽക്കണം. എങ്കിൽ ഈ പ്രാണവായുവിനെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? നമ്മൾ വലിക്കുന്ന ഈ ശ്വാസം സംവിധാനിച്ചില്ലേ പടച്ചവൻ, അതിനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലല്ലോ. ആ കണ്ണുകൊണ്ട് കാണാത്ത ഈ പ്രാണവായുവിനെ സംരക്ഷിച്ച് നമ്മുടെ മുമ്പിൽ ഒരുക്കി തന്ന ആ റബ്ബ്, അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ബോധ്യത്തിലൂടെ, ഒന്നൊരു തിരിച്ചറിവിലൂടെ നമുക്ക് എവിടെ എത്താൻ കഴിഞ്ഞു എന്ന് മനസാക്ഷിയോട് ചോദിക്കുക. എപ്പോ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് ചൊല്ലിപ്പിരിയാനുള്ള യോഗ്യതയും അർഹതയും നേടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്കും അവനെല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പേകി തരുമാറാവട്ടെ. നമുക്ക് ഏവർക്കും പടച്ച റബ്ബ് ആയുരാരോഗ്യങ്ങൾ നൽകുകയും ഈ ഭൂതലം വിട്ട് പിരിയുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് അവനെ കണ്ടുമുട്ടാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا الله. اللهم باعد بيننا وبين خطايانا كما باعدت بين المشرق والمغرب يا الله. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. والسلام على المرسلين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. അത്തൗഹീദ് ദ്വൈമാസിക ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക KNM ഓഫീസ്, മർക്കസുദാവ, ആറം റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദഅവ, ആറം റോഡ്, കോഴിക്കോട്.